വനനിയമത്തെ സംബന്ധിച്ച് മന്ത്രിയുടെ പ്രഖ്യാപനം ഇതുവരെ അദ്ദേഹത്തിന് നേരം വെളുത്തിട്ടില്ല എന്ന് തോന്നുന്നു. കൃത്യമായിട്ട് വിജ്ഞാപനത്തിൽ രേഖകളിൽ കൃത്യം പറയുന്നുണ്ട്. ഓരോ ഫോറസ്റ്റ് സ്റ്റേഷനു പുറമെ ഉദ്യോഗസ്ഥർക്ക് കർഷകരെ അറസ്റ്റ് ചെയ്യാം. എവിടെ അറസ്റ്റ് ചെയ്യാം? എവിടെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. അടിയന്തരാവസ്ഥ കാലത്താണ് ഇതുപോലുള്ള നിയമങ്ങളുള്ളത്. വീണ്ടും അടിയന്തരാവസ്ഥ കർഷകരെ സംബന്ധിച്ച് തിരികെ കൊണ്ടുവരാൻ ഈ ഗവൺമെന്റ് പരിശ്രമിച്ചാൽ അടിയന്തരാവസ്ഥ കാലവും തുടർന്നുണ്ടായ കാര്യങ്ങളും ചരിത്രം എന്താണെന്ന് പരിശോധിച്ചാൽ മതി. അത് തന്നെ സംഭവിക്കും. ഇതിന് ഈ വനനിയമം പിൻവലിക്കുന്നില്ലെങ്കിൽ അതിന് കർശനമായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും വലിയ പ്രക്ഷോഭത്തിലേക്ക് കർഷകർ കടന്നു പോകേണ്ടി വരും. അതുകൊണ്ടിത് പിൻവലിച്ചേ മതിയാവൂ. ഞങ്ങൾ വിചാരിക്കുന്നില്ല ഇത് നിയമസഭയിൽ പാസ്സാക്കുമെന്ന്. വളരെ കൃത്യതയോടുകൂടി അതിൽ നിയമത്തിൽ കൃത്യം പറയുന്നുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ആരെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമെന്ന്. കൂടുതൽ ഇത് ഏറ്റവും ദോഷകരമായി ബാധിക്കുക ആദിവാസികളെയാണ്. ഒരു വനങ്ങളിൽ താമസിക്കുന്നവരാണ്. വനവുമായിട്ട് ബന്ധപ്പെട്ട ആ പാവപ്പെട്ടവർ ജീവിക്കുന്നത് തന്നെ. വനത്തിനുള്ളിൽ കയറിയാൽ അവരെ അറസ്റ്റ് ചെയ്യാം. റിമാൻഡിൽ വെക്കേണ്ട ആവശ്യമില്ല. കോടതിയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഏത് ലോകത്തെ നിയമമാണ്? നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, എത്രയും വേഗം ഈ വിജ്ഞാപനം പിൻവലിച്ച് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയമം പ്രസിദ്ധീകരിക്കണം. ഞങ്ങൾ വനം സംരക്ഷിക്കുന്നവരാ കർഷകർ. അല്ലെങ്കിൽ ഈ വനം ഉണ്ടാകുമായിരുന്നു? വനം സംരക്ഷിക്കാൻ ഞങ്ങൾക്കല്ലേ സാധിക്കുകയുള്ളൂ. വനമില്ലെങ്കിൽ ഞങ്ങളുടെ കൃഷി എങ്ങനെ നടക്കും? മരുഭൂമിയായി പോവുകയില്ലേ പ്രദേശങ്ങൾ? അതുകൊണ്ട് വനം നിൽക്കുക എന്നുള്ളതും അത് സംരക്ഷിക്കുക എന്നുള്ളതും ഞങ്ങൾക്കും ഉത്തരവാദിത്തപ്പെട്ടതാണ്. എന്നാൽ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് മറന്നുകൊണ്ട് സർക്കാർ മറ്റെന്തോ ലക്ഷ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മറ്റൊരു കുടിയിറക്കുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ വനപാലകർക്ക് അനാവശ്യമായിട്ടുള്ള അധികാരങ്ങൾ നൽകുന്നതെങ്കിൽ ബന്ധപ്പെട്ടവർ മൂഢ സ്വർഗത്തിലാണ് എന്ന് തന്നെ എനിക്കിതേ സംബന്ധിച്ച് പറയാനുള്ളത്. ഒഴിവാക്കട്ടെ. എന്തുകൊണ്ട് ഒഴിവാക്കുന്നില്ല? ഞങ്ങൾ പരാതികളൊക്കെ നൽകിയല്ലോ. അദ്ദേഹം പബ്ലിക്കായിട്ട് പറയട്ടെ, അങ്ങനെയുള്ള നിയമങ്ങളൊന്നും നടപ്പിലാക്കുകയില്ല. അങ്ങനെ ശ്രദ്ധിക്കാതെ എന്തുകൊണ്ട് വിജ്ഞാപനത്തിൽ ഇത് വന്നു? നേരത്തെ ഈ വാച്ചർമാർക്കുണ്ടായിരുന്ന അധികാരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്കാക്കി. അല്ല, അദ്ദേഹം പറയുന്നതെങ്കിൽ നിയമത്തിൽ വരുമ്പോൾ എന്നാൽ വിജ്ഞാപനം പിൻവലിക്കട്ടെ, എന്നിട്ട് പുതിയൊരു വിജ്ഞാപനം പുറപ്പെടുവിക്കട്ടെ. ഒരു ശ്രദ്ധയില്ലാതെ എന്തിനീ വിജ്ഞാപനം കൊണ്ടുവന്നു? അതിന് മറുപടി പറയണ്ടേ? അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കും. ബിഷപ്പുമാരൊക്കെ ഈ വിഷയത്തിൽ കുറച്ചുകൂടെ പക്വത കാട്ടണമെന്നാണ് അദ്ദേഹം ഇന്ന് രാവിലെ ഞങ്ങളോട് സംസാരിച്ചത്. പക്വത കാട്ടേണ്ടത് ആരാണെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. ഇത്തരം കിരാതമായൊരു നിയമം പ്രസിദ്ധീകരിച്ച ആൾക്കാണോ പക്വതയില്ലാത്തത്? അതിനെതിരെ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി പോരാടുന്ന ഞങ്ങൾക്കാണോ പക്വതയില്ലാത്തത്? ഞങ്ങളെപ്പോലെയുള്ളവർ പറയുന്നില്ലെങ്കിൽ നാളെ ഇത് നിയമമാകും. സാധാരണക്കാരായ വ്യക്തികൾ പീഡിപ്പിക്കപ്പെടും. 2020 മത്തായി എന്നൊരു വ്യക്തി പത്തനംതിട്ടയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് ക്രൂരമായി പീഡിപ്പിച്ച് കിണറ്റിൽ വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയതിനെക്കുറിച്ച് മന്ത്രിക്ക് എന്ത് പറയാനുണ്ട്? ഏത് നിയമമാണ് വലപാർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്? ഇന്നും അവർക്ക് നീതി കിട്ടിയിട്ടില്ലല്ലോ. അതേക്കുറിച്ച് മന്ത്രി പറയട്ടെ. അതൊരു സൂചന മാത്രമാണ്. ധാരാളം മത്തായിമാരിവിടെ സൃഷ്ടിക്കും ഈ വനപാലകർ. അതുകൊണ്ടാണ് ഞങ്ങളതിനെ ശക്തമായിട്ട് എതിർക്കുന്നത്. ESA ഇതുവരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരിന് സാധിച്ചിട്ടില്ലല്ലോ. എക്കോ സെൻസിറ്റീവ് സോൺ പുതിയ റിപ്പോർട്ടുകൾ വരുമ്പോൾ അത് ഞങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. എല്ലാം ഈ പാവപ്പെട്ട കർഷകരെ ബാധിക്കുകയാണ്. ഇവിടെ എല്ലാ മേഖലകളിലും ഞങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് കടന്നുവരുന്ന മൃഗങ്ങളെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് സാധിക്കുന്നില്ല? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങളത് മറ്റെവിടെ പോകാനാ? ഞങ്ങൾക്കതിനൊരു ഹ്യൂമൻ റൈറ്റ് ഇല്ലേ? ഞങ്ങൾക്ക് ജന്മ അവകാശമില്ലേ? ഏതൊരു കർഷകനോടും ചോദിച്ചു നോക്കുക, നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടോ? ഒരാൾ പോലും പറയുകയില്ല ഉണ്ട് എന്ന് പറയുകയില്ല. ഏതെങ്കിലും ഈ സർക്കാർ ഏതെങ്കിലും കർഷകരോട് ചോദിക്കുന്നുണ്ടോ
നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്നുണ്ടോ? ഞങ്ങളുടെ ആകുലതകൾക്ക് ഉത്തരം നൽകുന്നുണ്ടോ? എന്തുകൊണ്ട് കൃഷി തകർന്നു പോകുന്നു? ആരും നിൽക്കാതെ വിദേശത്തേക്ക് എത്രയും വേഗം രക്ഷപ്പെടാൻ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നത്? കാരണം മറ്റൊന്നുമല്ല, ഇവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല കർഷകർക്ക്. അതുതന്നെ, ഒന്നിനും തന്നെ വിലയില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണം, വനത്തോട് ചേർന്ന് നിൽക്കുന്ന ഏതൊരു പ്രദേശത്തും അന്വേഷിച്ചാൽ മനസ്സിലാകും. ആനയുടെ ആക്രമണം, കടുവയുടെ ആക്രമണം, കുരങ്ങിന്റെ ആക്രമണം, കാട്ടുപന്നി വരുന്നത്. എത്ര പേരാ കൊല്ലപ്പെടുന്നത്? ഈ കഴിഞ്ഞ വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ എത്ര പേരാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്? ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ? മറ്റു വിദേശ രാജ്യങ്ങളിൽ ഇതേപോലെയുള്ള ആക്രമണങ്ങൾ ഏതെല്ലാം മേഖലകളിൽ നിന്ന് ഉണ്ടായാൽ ഉടൻ തന്നെ സത്വരമായ നടപടിയെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് സംരക്ഷണം നൽകും. ഒരു നല്ലൊരു സർക്കാരുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളത് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുകയാണ്. അതുകൊണ്ട് ജനങ്ങളെ ആദ്യം സംരക്ഷിക്കട്ടെ, തുടർന്നാകട്ടെ മൃഗങ്ങളുടെ സംരക്ഷണം.